പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മോഡൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ മോഡൽ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ വരുന്ന SLC പരീക്ഷയ്ക്ക് എങ്ങനെ വരും, മാറി വരും എന്നുള്ള സാധ്യതയും കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ മോഡൽ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം ഇതാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10 പറഞ്ഞ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് ബൈ 3? അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഈ ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ കിട്ടുക? റിമൈൻഡർ 1 ആണ് കിട്ടുക നമുക്കറിയാം. അപ്പോൾ ത്രൂ ഔട്ട് അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത എന്താ? ഏത് ടേമിനെയും അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് മാറി വരാനുള്ള ഒരു ചോദ്യമായി മാറാനുള്ള ഇങ്ങനെയാണ് വരിക. ഏതെങ്കിലും ഒരു ടേം തരും. ഇപ്പോൾ 4, 7, 10 എന്ന സീക്വൻസ് ആണ്. ഈ സീക്വൻസിൽ 2026 അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതും. അപ്പൊ 2026 ഒരു ടേം ആകുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ 2026 ഇതിലത്തെ ഒരു ടേം ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? 2026 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 1 കിട്ടുകയാണെങ്കിൽ എന്താണ് 2026 ഇതിലത്തെ ഒരു ടേം ആണെന്ന് മനസ്സിലാക്കണം. അപ്പം ടേം ഒരു നമ്പർ തന്നാൽ അതിലത്തെ ടേം ആണോ ചെക്ക് ചെയ്യാനായിരിക്കും ചിലപ്പം പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യം ഉണ്ട്. പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ഈച്ച് ടേം ഈസ് ആൾസോ ടേം ഓഫ് ദി സീക്വൻസ്. അപ്പൊ ഇത് തെളിയിക്കാൻ വേണ്ടിയത്, അതായത് 4, 7, 10 എന്ന് പറഞ്ഞ സീക്വൻസിന്റെ 4ന്റെ സ്ക്വയർ 16 ആണ്. ഈ 16ഉം ഈ സീക്വൻസ് ഇങ്ങനെ എഴുതി പോകുമ്പോൾ 16 വരും. അടുത്തത് 7 ആണ്. 7ന്റെ സ്ക്വയർ 49. ഈ സീക്വൻസ് ഇങ്ങനെ എഴുതി പോകുമ്പോൾ അതിന്റെ സ്ക്വയറും അതിൽ വരും എന്നുള്ളതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്പർ വെച്ചിട്ട് ചെയ്താൽ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ആൾജിബ്ര എക്സ്പ്രഷൻ വെച്ചിട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പം ഇതിന്റെ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിന്റെ nth ടേം കാണണം. അപ്പൊ dn പ്ലസ് f മൈനസ് d ആണ് nth ടേം കാണാൻ നമുക്കറിയാം. ഇക്വേഷൻ d എന്ന് പറഞ്ഞാൽ 3 ആണ്. 3n പ്ലസ് ഫസ്റ്റ് ടേം 4 ആണ്. d 4 മൈനസ് 3 എന്ന് വരും. അപ്പം 3n പ്ലസ് 1 കിട്ടും. അപ്പൊ ഇതിന്റെ സ്ക്വയറും ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? nth ടേമിനെ സ്ക്വയർ ചെയ്യണം. അപ്പൊ 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ xn സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതി കാണിക്കാം. അപ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്യും. a പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. 3n സ്ക്വയറിന് 9n സ്ക്വയർ എന്നാവും. 2 into 3n എന്നാവും. അപ്പം 6n എന്നാവും. പ്ലസ് ലാസ്റ്റ് 1 സ്ക്വയർ. അപ്പൊ 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 കിട്ടും. ഇതിൽ 3 കോമൺ ആയിട്ട് എടുത്താൽ 3 into 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 കിട്ടും. അപ്പോൾ നേരത്തെ ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ്? nth ടേമിന്റെ 3n പ്ലസ് 1 ആണ്. അതായത് ഈ സീക്വൻസിന്റെ റിമൈൻഡർ 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയതാണ്. അതല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നതാണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുത്തപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? 3ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 കിട്ടി. റിമൈൻഡർ 1 എന്ന് കാണിക്കാൻ സാധിച്ചു. അതുകൊണ്ട് സ്ക്വയറും എന്താണ്? ഇതിൽ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ 4ന്റെ സ്ക്വയർ 16 ആണ്. 16 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 3, 15, 1 റിമൈൻഡർ. അപ്പോൾ ആ രൂപത്തിലാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? മോഡൽ എക്സാമിന്റെ ചോദ്യ പേപ്പർ കമ്പയർ ചെയ്ത് വരാൻ പോകുന്ന SLC പരീക്ഷയ്ക്ക് ഏതൊക്കെ ചോദ്യം വരും എന്ന് പരിശോധിക്കാണ് വേണ്ടത്. താങ്ക് യു ഓൾ.